ഹായ് ഓൾ, നമ്മളിന്ന് +1 ഫിസിക്സിലെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്ററിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. റെഡിയാണല്ലോ? തുടങ്ങിക്കൂടെ? എല്ലാം റെഡിയായിട്ട് ബുക്കൊക്കെ എടുത്തിരിക്കുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ വരും. ഒന്ന് വായിച്ചേ. ദ ടെമ്പറേച്ചർ ഓഫ് ആൻ ഓബ്ജക്റ്റ് ഈസ് 60 ഡിഗ്രി. വാട്ട് ഈസ് എ വാല്യൂ ഇൻ ഫാരൻഹീറ്റ്? നമ്മുടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ് കൺവേർഷൻ്റെ ഇക്വേഷൻ? C/100 ഈസ് ഈക്വൽ ടു F-32 ഡിവൈഡഡ് ബൈ 180 എന്നാണ് അല്ലേ? ഇതിനകത്ത് 10 എപ്പോഴും കട്ട് ചെയ്യാം. സിയുടെ വാല്യൂ എത്രയാണ്? 60/10 ഈസ് ഈക്വൽ ടു F-32 ഡിവൈഡഡ് ബൈ 18 അല്ലേ? അപ്പോൾ 6 ഈസ് ഈക്വൽ ടു F-32 ഡിവൈഡഡ് ബൈ 18 അല്ലേ? അപ്പോൾ F-32 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 18 ഇൻറ്റു 6. അപ്പോൾ F-32 ഈസ് ഈക്വൽ ടു 108 അല്ലേ? അപ്പോൾ എഫിൻ്റെ ആൻസർ എത്ര വരും? 108 + 32. അപ്പോൾ എത്ര വരും? അപ്പോൾ 140 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ അത് ആൻസർ കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, കൊച്ചുകുട്ടികളുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതേ ഉള്ളൂ. ഓക്കെ, എളുപ്പമല്ലേ? അടിപൊളിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? എ കോപ്പർ റോഡ് ഓഫ് 88 സെൻറ്റിമീറ്റർ, അലുമിനിയം റോഡ് ഓഫ് അൺനോൺ ലെങ്ത് ഹാവ് ദെയർ ഇൻക്രീസ് ഇൻ ലെങ്ത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എത്രയായാലും ഇൻക്രീസ് ഇൻ ലെങ്ത് ഒരേപോലെയാണ് രണ്ടുപേരുടെയും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 വയർ എഴുതാം. കോപ്പർ വയറും ഉണ്ട്, പിന്നെ അലുമിനിയം വയറും ഉണ്ട്. ഓക്കെ, രണ്ടുപേരുടെയും ഇൻക്രീസ് ഇൻ ലെങ്ത് എത്രയായാലും വിഷയമല്ല, ∆T ആണെന്നിരിക്കട്ടെ. ഓക്കെ, ആണെങ്കിൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ഒരു വിഷയമേ അല്ല, രണ്ടുപേർക്ക് സെയിമാണ്. ഓക്കെ, ഇനി ലെങ്ത് ഓഫ് അലുമിനിയം റോഡ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ, L എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 88. ഓക്കെ, ആൽഫയും തന്നിട്ടുണ്ട്. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് ഇവിടെ ആൽഫ ഓഫ് കോപ്പർ എത്രയാണ്? 1.7 × 10⁻⁻5 എന്നാണ്. ഓക്കെ, ഇനി ഇവൻ്റെ ആൽഫ എന്ന് പറയുന്നത് 2.2 × 10⁻⁻5 എന്നാണ്. ഓക്കെ, നമുക്കിനി ചെയ്യാം. ആൽഫ ആണുള്ള ഇക്വേഷൻ പറ. ആൽഫ ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ എന്നാണ്. ഇനി ഇതിനകത്ത് ∆L എങ്ങനെ കാണും മക്കളെ? ∆L ഈസ് ഈക്വൽ ടു പറയൂ ആൽഫ L ∆T എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം കോപ്പറിൻ്റെ കേസിൽ ഈ ഇക്വേഷൻ എഴുതാം. കോപ്പറിൻ്റെ കേസിൽ എങ്ങനെ എഴുതും? ∆L ഈസ് ഈക്വൽ ടു ആൽഫയുടെ വാല്യൂ എത്ര? ആൽഫയുടെ വാല്യൂ ഇവിടെ അലുമിനിയമാണ് കേട്ടോ. ഓക്കെ, ആൽഫയുടെ വാല്യൂ എത്രയാ കോപ്പറിൻ്റെ കേസിൽ? ആൽഫയുടെ കേസിൽ 1.7 × 10⁻⁻5 എന്നാണ്. ഇനി എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? എല്ലിൻ്റെ വാല്യൂ 88 ആണ്. ഇനി ∆Tയുടെ ആൻസർ ∆T തന്നെ. ഇനി അടുത്തത് അലുമിനിയത്തിൻ്റെ കേസിൽ, അലുമിനിയത്തിൻ്റെ കേസിൽ ∆L എങ്ങനെ കാണും? ആൽഫ എത്രയാ? 2.2 × 10⁻⁻5. എല്ലിൻ്റെ വാല്യൂ അറിഞ്ഞുകൂടാ, ∆T. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 രണ്ടിൻ്റെ LHS സെയിം അല്ലേ? RHS അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താ? 1.7 × 10⁻⁻5 × 88 × ∆T ഈസ് ഈക്വൽ ടു 2.2 × 10⁻⁻5 × L ∆T. അപ്പോൾ ∆T കട്ടായി, 10⁻⁻5 കട്ടായി. ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. L എങ്ങനെ കണ്ടുപിടിക്കും? L ഈസ് ഈക്വൽ ടു 1.7 × 88 ഡിവൈഡഡ് ബൈ 2.2. മേളിലും താഴെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 17 × 88 ഡിവൈഡഡ് ബൈ 22. അപ്പോൾ ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ 68 എന്ന് വരും. അപ്പോൾ അത് ആൻസർ കിട്ടിക്കഴിഞ്ഞു, 68. ഒരു പ്രയാസമില്ലല്ലോ, അടിപൊളിയല്ലേ? നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വായിച്ചോ. എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ലെങ്ത് ഓഫ് ദ റോഡ്. അയ്യോ ചുമ്മാ പുള്ളു. എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ എന്താണ്? ഡിപ്പെൻസ് ഓൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ ആണ്, അല്ലാതെ ലെങ്തിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ പുളു. ഓക്കെ, മിസ്റ്റേക്കാണ്. ഇനി ലോങ്ങർ ദ റോഡ് ദ ലാർജർ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ്. നമ്മൾ അവിടെ പഠിച്ച ഇക്വേഷൻ റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഈസ് ഈക്വൽ ടു KA T1 - T2 ഡിവൈഡഡ് ബൈ D എന്നാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഇവിടെ ഓർമ്മയുണ്ടോ ഇതൊക്കെ? റേറ്റ് ഓഫ് Q എന്ന് പറഞ്ഞാൽ ഹീറ്റ്, T എന്ന് പറഞ്ഞാൽ ടൈം, K എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി, A എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ, T1 - T2 എന്ന് പറഞ്ഞാൽ T1 ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ, T2 വേറൊരു പോയിന്റിലെ ടെമ്പറേച്ചർ, അത് രണ്ടും തമ്മിലുള്ള ലെങ്ത് ഡിസ്റ്റൻസ് ആണ് D.
അപ്പം നിങ്ങൾ നോക്കൂ, ഡി എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടുമ്പോൾ ക്യൂ എന്ത് ചെയ്യും, കുറയുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇൻവേഴ്സ് റേഷ്യോയിലല്ലേ. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മിസ്റ്റേക്ക് അല്ലേ. ലാർജർ ദ ലെങ്ത് എന്താണ്, ലാർജർ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് എന്നാണ്. തെറ്റാണ്. അപ്പോൾ രണ്ടും തെറ്റാണ്. അസർഷൻ ആൻഡ് റീസൺ ആർ ഫാൾസ്. രണ്ടും തെറ്റാണ്. ഓക്കെ, അടിപൊളിയല്ലേ. ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പണി വായിക്കാൻ സാധ്യതയുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യനിലായാലും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഓഫ് ഗ്ലിസറിൻ തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യണേ. അപ്പോൾ എന്താണ്, ഗാമ തന്നിട്ടുണ്ട് 5 × 10⁻⁻⁴ പെർ കെൽവിൻ. ഓക്കെ, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഫോർ റൈസ് ഓഫ് ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. 40 ഡിഗ്രി റൈസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 40 കെൽവിൻ തന്നെയാണ്. 40 കെൽവിൻ റൈസ് ഓഫ് ടെമ്പറേച്ചറിന് ഈക്വലൻ്റ് ആണ്. അല്ലാതെ 40 ഡിഗ്രി സെൽഷ്യസ് 40 കെൽവിൻ ഈക്വൽ എന്ന് വിചാരിച്ചു കളയരുത്. 40 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ 40 കെൽവിൻ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചറിന് ഈക്വലൻ്റ് ആണ്. അതെന്താ കെൽവിനിലോട്ട് മാറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഗാമയുടെ വാല്യൂവിൽ കണ്ടോ K⁻⁻1, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഇനി ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ആണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതി അതിൻ്റെ ആൻസർ കാണാൻ. ഇത് നമ്മൾ NCERT ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേടാ മക്കളെ? ആണ്. ഗാമ ഡെൽറ്റ ടി എന്നല്ലേ അന്ന് ഞാൻ പഠിപ്പിച്ചത്? ആണ്. അപ്പോൾ ഗാമ ഇവിടെ ഉണ്ട് 5 × 10⁻⁻⁴. റൈസ് ഓഫ് ടെമ്പറേച്ചർ 40 ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആൻസർ പറയുക. ഇത് 200 × 10⁻⁻⁴ എന്നാണ്. അതായത് 0.0200 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഈ സീറോസ് ഒന്നും വേണമെന്നില്ല. അപ്പോൾ ആൻസർ ഇരിക്കുന്നു, ഡി ആണ് അതിൻ്റെ ആൻസർ. അടിപൊളിയല്ലേ, നല്ല ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇതാ വരുന്നു. വാട്ടർ ഹീറ്റഡ് ഫ്രം 0 ഡിഗ്രി ടു 10 ഡിഗ്രി ദെൻ വോളിയം എന്ത് സംഭവിക്കും? വാട്ടറിനെ തണുപ്പിക്കുന്ന കാര്യം, കൂളിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാം. കൂളിംഗ്. ഓക്കെ, 4 ഡിഗ്രി സെൽഷ്യസ് ടു എന്താണ്, വാട്ടറിനെ കൂൾ ചെയ്ത് എന്താണ് അതിൻ്റെ ടെമ്പറേച്ചർ എത്ര എത്തി? 0 ഡിഗ്രി എത്തിയോ? ഇല്ല. 4 ഡിഗ്രി സെൽഷ്യസ് ടു 0 ഡിഗ്രി സെൽഷ്യസ് കൂൾ ചെയ്യുമ്പോഴത്തേക്കാണ് എന്ത് സംഭവിക്കുക? അതിൻ്റെ വോളിയം എന്ത് ചെയ്യുന്നു? വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഇതിനെയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ കൂൾ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ടർ ആണെങ്കിൽ കയറി എക്സ്പാൻഡ് ചെയ്യും. ഇൻ ദ റേഞ്ച് ഫ്രം 4 ഡിഗ്രി സെൽഷ്യസ് ടു 0 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇനി ഹീറ്റിംഗ് ആണ്. ഈ വാട്ടറിൻ്റെ ഹീറ്റിംഗ് 0 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നേരത്തെ വോളിയം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വോളിയം എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. വോളിയം ഡിക്രീസ് ചെയ്യണം. ശരിയല്ലേ? വോളിയം ഡിക്രീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൺട്രാക്ട് ചെയ്യണം. ഓക്കെ, കൺട്രാക്ട് ചെയ്യണം. ഇനി അടുത്തെന്താണ്? ഇനിയും ചൂടായിക്കൊണ്ടിരുന്ന വോളിയം കൂടും, സംശയമൊന്നുമില്ല. ബാക്കി ഏത് സാധനത്തിനെ പോലെ ചൂടാക്കുമ്പോൾ വോളിയം കൂടും. അപ്പോൾ ഫസ്റ്റ് വോളിയം എന്ത് ചെയ്യും? കുറയും. പിന്നെ വോളിയം എന്ത് ചെയ്യും? കൂടും. ശ്രദ്ധിക്കണം, ഇത് വാട്ടറിൻ്റെ കേസിൽ വാട്ടറിനെ 0 ഡിഗ്രി തൊട്ട് 10 ഡിഗ്രി വരെ ഹീറ്റ് ചെയ്യുന്ന കഥയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. വാട്ടറിനെ കൂൾ ചെയ്യുന്ന കഥ നിങ്ങൾക്ക് അറിയാമല്ലോ. 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് കൂൾ ചെയ്യുന്ന സമയത്താണ് അത് എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 4 ഡിഗ്രി എത്തുമ്പോൾ മാക്സിമം ഡെൻസിറ്റി ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വോളിയം കൂടുന്നു. ഇനി അടുത്തത് ഹീറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ഈ റേഞ്ചിൽ ഹീറ്റ് ചെയ്യുമ്പോൾ വോളിയം കുറയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 ഡിഗ്രി തൊട്ട് 10 ഡിഗ്രി വരെ ആകുമ്പോഴോ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സാധനത്തിനെ പോലെ അത് എക്സ്പാൻഡ് ചെയ്യും, വോളിയം കൂടും. അപ്പോൾ ആദ്യം വോളിയം കുറയും, പിന്നെ വോളിയം കൂടും. സോ ദിസ് ആൻസർ. നല്ല പ്രയാസം ഉണ്ടടാ, അടിപൊളിയല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോടാ. പറഞ്ഞു മക്കളെ. എന്താണ്? എ മെറ്റൽ റോഡ് ഈസ് ഫിക്സഡ് റിജിഡ്ലി അറ്റ് 2 ends സോ ആസ് ടു പ്രിവെൻറ്റ് തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ റോഡിന് തെർമൽ എക്സ്പാൻഷൻ ഇല്ല. ഓക്കെ, ഇപ്പോൾ തെർമൽ എക്സ്പാൻഷൻ വരാതിരിക്കാൻ വേണ്ടി അതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇനി എൽ ആൽഫ ആൻഡ് ഒ denote the length coefficient of linear expansion Young's modulus. Then for the increase of temperature by delta T the longitudinal stress എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അടിപൊളിയാണ്. അപ്പം നമുക്ക് ചെയ്യാം. ആൽഫ കാണാമല്ലോ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ആൽഫ ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ എന്നാണ്. ഇതിനകത്തുനിന്ന് ഡെൽറ്റ എൽ ബൈ എല്ലിൻ്റെ ആൻസർ പറയൂ. അപ്പോൾ ആൽഫ ഡെൽറ്റ ടി എന്നാണ്. അവിടെ ഇരിക്കട്ടെ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് യങ്സ് മോഡലസ് ആണല്ലോ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്നാണ് അല്ലേ. അപ്പോൾ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡലസ് ഇൻറ്റു സ്ട്രെയിൻ എന്നാണ്. ഓക്കെ, യങ്സ് മോഡലസ് ഇൻറ്റു സ്ട്രെയിൻ എന്നാണ്.
അപ്പോൾ സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഞാനിവിടെ എഴുതി. സ്ട്രെയിനിൻ്റെ വാല്യൂ ഇതല്ലേ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെൽറ്റ എൽ ബൈ എൽ അല്ലേ സ്ട്രെയിൻ. അതിൻ്റെ ആൻസർ അതാ ഇവിടെ ഉണ്ട്, ആൽഫ ഡെൽറ്റ ടി. അപ്പോൾ ആൽഫ ഡെൽറ്റ ടി. അപ്പോൾ നമ്മളിത് ചോദിച്ചിരിക്കുന്ന സാധനം നോക്കൂ, സ്ട്രെസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇതായിരിക്കുന്നു ആൻസർ. ഇതിനകത്ത് നേരെ നോക്ക്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആൽഫ അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒയ് അല്ല, ഡയറക്ഷനലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി ബൈ ഒയ് അല്ല, ഇനി ഇൻഡിപെൻഡൻറ്റ് ഓഫ് എൽ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആൻസർ? ഡി ആണ് ഇതിൻ്റെ ആൻസർ. അടിപൊളിയല്ലടാ. അപ്പോൾ സ്ട്രെയിറ്റ് ക്വസ്റ്റൻ ആണ്, തെറ്റിച്ച് കളയരുത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, അതിനകത്ത് നിന്ന് നോക്കി പറയുക, ദാറ്റ്സ് ഓൾ. അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. എന്താണ് the quantities of heat required to rise the temperature of two solid copper spheres of radii R1 and R2. R1 എന്ന് പറയുന്നത് 1.5 R2 ആണ്, ത്രൂ 1 Kelvin R in the ratio. എന്താണ് ഹീറ്റിൻ്റെ റേഷ്യോ എത്ര എന്നാണ് ചോദ്യം. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. എം സി ഡെൽറ്റ ടി എന്നല്ലേ. ഇനി അടുത്തത് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നല്ലേ. ഓക്കെ, സി ഡെൽറ്റ ടി. ഓക്കെ, നമ്മുടെ ഇവിടെ സ്ഫിയർ ആണ് മക്കളെ. അപ്പോൾ സ്ഫിയറിൻ്റെ ഡെൻസിറ്റി ഞാൻ ഡി എന്ന് തന്നെ വിളിക്കാം. വോളിയം 4/3 പൈ ആർ ക്യൂബാണ്. ഓക്കെ, ഇൻറ്റു ബാക്കി സി ഡെൽറ്റ ടി എന്നാണ്. ഇനി നിങ്ങൾ തന്നെ പറയുക, രണ്ട് പേരുടെയും എന്ത് ടെമ്പറേച്ചർ 1 കെൽവിനാണ് കൂട്ടേണ്ടത്. അപ്പം ഡെൽറ്റ ടി രണ്ട് പേർക്ക് സെയിം. ഇനി അടുത്തത് രണ്ട് സോളിഡ് കോപ്പർ സ്ഫിയർ ആണ്. അപ്പോൾ ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് സിയും സെയിം. ഓക്കെ, 4/3 പൈ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഡി ഡെൻസിറ്റിയും സെയിം ആണ്, കോപ്പർ തന്നെയല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആണ് എന്തിന്? ആർ ക്യൂബിന് അല്ലേ. ഇതാണ് നമുക്ക് കിട്ടിയ റിലേഷൻ. ഇനി ഫസ്റ്റ് കേസിൽ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ നമുക്ക് Q1 എന്ന് വിളിക്കാം. ഓക്കെ, Q1 പ്രപ്പോർഷണൽ ടു R1 ക്യൂബ് എന്നാണ് അല്ലേ. സെക്കൻഡ് കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? Q2 പ്രപ്പോർഷണൽ ടു R2 ക്യൂബ് എന്നാണ്. രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ Q1 ബൈ Q2 ഈസ് ഈക്വൽ ടു R1 ക്യൂബ് ബൈ R2 ക്യൂബ്. അപ്പോൾ R1 ബൈ R2 ഹോൾ ക്യൂബ് എന്ന് കിട്ടാൻ പോരെ. ഇനി നമുക്ക് Q1 ബൈ Q2 ഈസ് ഈക്വൽ ടു പറയൂ. R1 എന്ന് പറയുന്നത് 1.5 ടൈംസ് R2 എന്ന് പറയുന്നുണ്ട്, ഡിവൈഡഡ് ബൈ R2 ഹോൾ ക്യൂബ്. R2 കട്ട് ചെയ്തു, ബാക്കി പറയണം. Q1 ബൈ Q2 ഈസ് ഈക്വൽ ടു 1.5ൻ്റെ ക്യൂബ് അല്ലേ. അപ്പോൾ Q1 ബൈ Q2 ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറയും 1.5 എന്ന് പറഞ്ഞാൽ 3/2 അല്ലേ, അതിൻ്റെ ക്യൂബ് അല്ലേ. അപ്പോൾ 3യുടെ ക്യൂബ് 27, 2ൻ്റെ ക്യൂബ് 8. ഇതായിരിക്കുന്ന മക്കളെ ആൻസർ. അടിപൊളിയല്ലടാ. ഇതെന്ത് പ്രയാസമാണ്? ഒരു പ്രയാസമില്ല, അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എം സി ഡെൽറ്റ ടി. എം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം തന്നെ. വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ്. ഇനി നിങ്ങൾ ആലോചിക്കുക, രണ്ടിൻ്റെ ടെമ്പറേച്ചർ ഒരേപോലെയാണ് കൂടുന്നത്. അപ്പോൾ ഡെൽറ്റ ടി സെയിം, ഒരേ മെറ്റീരിയൽ, അപ്പോൾ സി സെയിം. ഇനി 4/3 പൈയും സെയിം. ഇനി ഡി ഒരേ മെറ്റീരിയൽ ആയതുകൊണ്ട് ഡിയും സെയിം. അപ്പോൾ നമുക്ക് ക്യൂ എന്ന് പറയുന്ന പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യത്തെ എഴുതുക, രണ്ടാമത്തെ എഴുതുക. ഇനി R1 എന്ന് പറയുന്നത് എന്താണെന്ന് ഗിവൺ ആണ്. അപ്പോൾ വെട്ടിപ്പോകാനുള്ള വെട്ടിക്കളയുക, യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? അടിപൊളിയല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, വായിച്ചു നോക്കുക. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഹാസ് ലാർജസ്റ്റ് സ്പെസിഫിക് ഹീറ്റ്? ഏറ്റവും സ്പെസിഫിക് ഹീറ്റ് ഉള്ള മെറ്റീരിയൽ ഏത്? നമുക്കറിയാം. ആൻസർ ഇതാ, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതാ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3 ബോഡീസ് ഓഫ് സെയിം മെറ്റീരിയൽ, ഒരേ മെറ്റീരിയലാണ്, അപ്പോൾ സി സെയിം. അപ്പോൾ 3 പേരുടെയും സി സെയിം. ഇനി എന്താണ്? ഹാവിങ് മാസസ് M 3M, മാസുകൾ ഇതാണ്. ഇനി ടെമ്പറേച്ചർ 40 ഡിഗ്രി, 50 ഡിഗ്രി, 60 ഡിഗ്രി. ഇവൻ്റെത് 40 ഡിഗ്രി, ഇവൻ്റെത് 50 ഡിഗ്രി, ഇവൻ്റെത് 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഹൈ ടെമ്പറേച്ചറുള്ള ബോഡിയാണ് ഇവൻ. ഇനി എന്ത് ചെയ്തു? ഇനി എന്താ സംഭവിക്കുക? ദ ബോഡീസ് ആർ ബ്രോട്ട് ഇൻ കോൺടാക്ട്. ബോഡീസ് കോൺടാക്റ്റിൽ വരുമ്പോൾ ഹൈ ടെമ്പറേച്ചറുള്ള ബോഡിയിൽ നിന്ന് ലോ ടെമ്പറേച്ചറുള്ള ബോഡിയിലേക്ക് ഹീറ്റ് പോവും. ഓക്കെ, അപ്പോൾ ഹീറ്റ് ഗെയിൻഡ് ബൈ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ് ബൈ തേർഡ്. സംശയമൊന്നുമില്ലല്ലോ ആർക്കും. ഇനി നിങ്ങൾ തന്നെ ബാക്കിയെല്ലാം നിങ്ങളാണ് പറയേണ്ടത്. ഹീറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? എം സി ഡെൽറ്റ ടി. അപ്പോൾ ആദ്യത്തവൻ്റെ കേസിൽ എം
അപ്പോൾ എം സി ഡെൽറ്റ ടിയെ നമ്മൾ മനസ്സിൽ കണ്ടാൽ മതി. ഞാൻ ആദ്യത്തെ എം എം സി സി ഡെൽറ്റ ടി പറയണം. അവൻ്റെ ടെമ്പറേച്ചർ ഫൈനൽ ടെമ്പറേച്ചർ ടി ആണെന്നിരിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ രണ്ട് ബോഡീസും ഹീറ്റ് ഗെയിൻ ചെയ്തിട്ട് ടെമ്പറേച്ചർ ടി ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇവൻ്റെതാണെങ്കിലോ ടെമ്പറേച്ചർ കുറഞ്ഞ് ടി ആയിട്ട് മാറും തേർഡ് ബോഡിയുടെ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് എം സി ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, വലിയ ടെമ്പറേച്ചറിൽ നിന്ന് ചെറിയ ടെമ്പറേച്ചർ മൈനസ് ചെയ്യണം. 40 ഡിഗ്രി സെൽഷ്യസ് കൂടിയാണ് ടി ആയത്, അപ്പോൾ ടി മൈനസ് 40. ഓക്കെ, ഇനി പ്ലസ് രണ്ടാമത്തെ ബോഡിയുടെ എം തന്നെ സി തന്നെ അവൻ്റെ ടെമ്പറേച്ചർ 50 എന്നുള്ളത് കൂടിയിട്ടാണ് ടി ആയിട്ട് മാറിയത്, അപ്പോൾ ടി മൈനസ് 50 ആണ് ഈസ് ഈക്വൽ ടു അടുത്തവൻ്റെത് എം എത്രയാണ് 3m ആണ്. സി ഡെൽറ്റ ടി അവൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് 60 കുറഞ്ഞാണ് ടി ആയിട്ട് മാറിയത്, അപ്പോൾ 60 മൈനസ് ടി എന്നാണ്. ഇനി എല്ലാത്തിലും എമ്മും സിയും കട്ട് ചെയ്ത് കളയുക, ബാക്കി പറയാം. ഇപ്പോൾ ടി മൈനസ് 40 പ്ലസ് ടി മൈനസ് 50 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 60 മൈനസ് ടി എന്നാണ്. അപ്പോൾ 180 മൈനസ് 3t എന്നാണ്. ഇനി ടീസ് എല്ലാം നമുക്ക് ഒരു സൈഡിൽ വയ്ക്കാം. ലെഫ്റ്റിൽ 2t ഉണ്ട്, അതും കൂടെ ചേരുമ്പോൾ 5t ഈസ് ഈക്വൽ ടു 180 പ്ലസ് 90. ഓക്കെ, പ്ലസ് 90. ഓക്കെ, അപ്പോൾ 5t ഈസ് ഈക്വൽ ടു 270. അപ്പോൾ ടി എത്ര വരും? ഈസ് ഈക്വൽ ടു 270 ഡിവൈഡഡ് ബൈ 5 എത്ര വരും ഇവിടെ മക്കളെ? 54 എന്ന് വരും അല്ലേ? അപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ട്. 54 എന്നാണ് അതിൻ്റെ ആൻസർ. ഇതെന്ത് പ്രയാസം, വല്ല പ്രയാസമുണ്ടോ? അടിപൊളി ക്വസ്റ്റ്യൻ. എന്താണ് ഇതിനകത്ത്? ഹൈ ടെമ്പറേച്ചർ ബോഡിക്ക് ഹീറ്റ് ലോസ് ആവും, ബാക്കി രണ്ടുപേർക്ക് ഹീറ്റ് കിട്ടും. അപ്പോൾ ഹീറ്റ് ഗെയിൻഡ് ബൈ ആദ്യത്തവനും രണ്ടാമത്തവനും ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ് ബൈ മൂന്നാമത്തവൻ. ഇനി ഹീറ്റ് കണ്ടുപിടിക്കാൻ എം സി ഡെൽറ്റ ടി. ആദ്യത്തവൻ്റെ എം സി ഡെൽറ്റ ടി എങ്ങനെ കാണും? അവൻ്റെ 40ൽ നിന്ന് ടിയിലേക്ക് കൂടി, അപ്പോൾ ടി മൈനസ് 40. രണ്ടാമത്തെ ബോഡിയുടെ എം സി അത് 50 എന്ന് പറയുന്നത് ടിയിലേക്ക് മാറി, ടിയിലേക്ക് കൂടി, അപ്പോൾ ടി മൈനസ് 50. അടുത്ത തേർഡ് ബോഡിയുടേത് എം എന്ന് പറയുന്നത് 3m. സി ഡെൽറ്റ ടി എന്ന് പറയുന്നത് 60 എന്ന് മൈനസ് ആയി എത്രയായി? ടി ആയിട്ട് മാറി, അപ്പോൾ 60 മൈനസ് ടി. ഇനി ഇത് റീഅറേഞ്ച് ചെയ്യുക, ഇതിന്ന് ക്യാൻസൽ ചെയ്യുക, റെഡിയാക്കുക, ടി കണ്ടുപിടിക്കുക. ഓക്കെ, അത് ഏത് വെച്ച് കൂട്ടിക്കും പറ്റൂലേ? പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എ പീസ് ഓഫ് ഐസ് ഫോൾസ് ഫ്രം എ ഹൈറ്റ് എച്ച് സോ ദാറ്റ് ഇറ്റ് മെൽസ് കംപ്ലീറ്റ്ലി. എന്താണ്? ഒരു ഹൈറ്റ് എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു പീസ് ഐസ് താഴേക്ക് വീണു, അത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി. അപ്പോൾ എച്ച് ഹൈറ്റിലിരിക്കുന്ന സാധനത്തിന് എന്ത് കാണും? പൊട്ടൻഷ്യൽ എനർജി കാണും, mgh കാണും. ഇനി ഓൺലി 1/4 ഓഫ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ഐസ്. ഈ എനർജിയുടെ എത്ര മാത്രമേ, ഇപ്പം മേലിരുന്നപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ്, തറയിൽ വന്ന് ഇടിക്കുമ്പോൾ ഇത് ഹീറ്റ് എനർജി ആയിട്ട് ആ കൊളീഷൻ കാരണം മാറും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി mgh, ആ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് താഴെ എത്തുമ്പോഴുള്ള ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നത്. അതിൻ്റെ 1/4 എന്തിനുപയോഗിച്ചു? അബ്സോർബ്ഡ് ബൈ ഐസ്. ഐസ് അബ്സോർബ് ചെയ്തു, കൺവെർട്ടഡ് ടു ആൻഡ് ഐസ് ഗെറ്റ്സ് കൺവെർട്ടഡ് ഇൻ ടു ഹീറ്റ് ഡ്യൂറിങ് ഇറ്റ്സ് ഫോൾ. അപ്പോൾ ഐസ് ഉരുക്കാൻ വേണ്ടി അതാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഐസ് ഉരുകി എന്താ ഉണ്ടാവുക? വാട്ടറല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ഐസ് ഉരുകി 0 ഡിഗ്രിയിൽ ഐസ് ഉരുകി 0 ഡിഗ്രിയിലെ വാട്ടർ ഉണ്ടായി. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കാണാനുള്ള ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു ml എന്നല്ലേ? ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത്, എത്ര ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തേ? നിങ്ങൾ തന്നെ പറഞ്ഞു. mgh ആണ് ആദ്യം ഉണ്ടായിരുന്നത്, അതിൻ്റെ 1/4. അപ്പോൾ mghൻ്റെ 1/4. ഇക്വേഷൻ നമ്പർ 2. രണ്ടിൻ്റെ LHS സെയിം ആണ്, RHS അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്താണ്? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണെന്ന് നോക്കൂ, h ആണ്. അപ്പോൾ mgh ഡിവൈഡ് ബൈ 4 ഈസ് ഈക്വൽ ടു ml എന്നാണ്. m ക്യാൻസൽ ചെയ്ത് മക്കളെ, ഇത് ക്രോസ് ചെയ്ത് ഇവിടെ വയ്ക്കണം. അപ്പോൾ gh ഈസ് ഈക്വൽ ടു 4l എന്നാണ്. അപ്പോൾ h ഈസ് ഈക്വൽ ടു 4l ഡിവൈഡഡ് ബൈ g എന്നാണ്. ഓക്കെ, ഇനി വാല്യൂ പറയുക. 4 ഇൻറ്റു പറയൂ, എല്ലിൻ്റെ വാല്യൂ 3.4 ഇൻറ്റു 10⁵5 എന്നാണ്, ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ 10 എന്നാണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആവും, അപ്പോൾ 10⁴ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഇവിടുന്ന് ഒരു 10 എടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? 4 ഇൻറ്റു 34 ഇൻറ്റു 10⁵3 എന്നാണ് എച്ചിൻ്റെ ആൻസർ. അത്രയും മീറ്റർ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാം. എത്ര വരും? 4 3 16 136 ഇൻറ്റു 10⁵3 മീറ്റർ എന്ന് വരും അല്ലേ? അപ്പോൾ 136 10⁵3 എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ. അത് ആൻസർ കിട്ടിയിട്ട് മക്കളെ.
അപ്പോൾ ആൻസർ ഇതാ കിട്ടി. എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇതെന്ത് പ്രയാസം? ഹൈറ്റിൽ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി താഴോട്ട് വരുമ്പോഴത്തേക്ക് അത് ഹിറ്റ് ചെയ്യുന്നു. ഈ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും? ഹീറ്റായിട്ട് മാറും, കൊളീഷൻ കാരണം. ഇതിൻ്റെ 1/4 ആണ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ml ആണ്. ക്യൂ എന്ന് പറയുന്നത് 1/4 ഓഫ് mgh ആണ്. LHS സെയിം ആയതുകൊണ്ട് RHS അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ധൈര്യമായിട്ട് H കണ്ടുപിടിക്കുക. പ്രയാസം ഉണ്ടോ? അടിപൊളി ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? The temperature of 100 gram of water is to be raised from 24 to 90 degree. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 24 നിന്ന് 90ലേക്ക് മാറ്റണം. ബൈ ആഡിങ് സ്റ്റീമാണ് ആഡ് ചെയ്യേണ്ടത്. മാസ് ഓഫ് സ്റ്റീം റിക്വയർഡ്, എത്ര സ്റ്റീം വേണം? ഓക്കെ, 100 gram വാട്ടറാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്രാമിലാണ്, CGS-ലാണ് എല്ലാം തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് CGS വാല്യൂസ് എല്ലാം അറിഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി അറിയാമോ നിങ്ങൾക്ക്? 4200 ജൂൾ പെർ കിലോഗ്രാം. അത് നിങ്ങൾക്കറിയാം. കെൽവിൻ അതറിയാം. ഇതിന് CGS-ലെ വാല്യൂ അറിയാമോ? 1 കലോറി പെർ ഗ്രാം കെൽവിൻ. ഓക്കെ, അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് എഴുതിയാലും മതി. ഓക്കെ, ഇതാണ്. അപ്പോൾ ഈ വാല്യൂ അറിയണം. പിന്നെ ഒരു വാല്യൂ കൂടെ അവിടെ അറിയണം. ആ വാല്യൂ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള എല്ലിൻ്റെ വാല്യൂ ആണ്. എല്ലിൻ്റെ വാല്യൂ സ്പെസിഫിക് ലാറ്റൻറ്റ് ഹീറ്റ്. ഓക്കെ, ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ, എല്ലിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ 22640 ജൂൾ പെർ കിലോഗ്രാം, അത് അറിയാം. ഇതിനെ CGS-ലോട്ട് മാറ്റാം. നമുക്ക് മാറ്റുമ്പോഴത്തേക്ക് ആ വാല്യൂ കാണാതെ പഠിക്കണം. 540 എന്നാണ്. 540 കലോറി പെർ ഗ്രാം എന്നാണ്. അവിടെ ഇരിക്കട്ടെ. ഇത്രയും നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. 100 gram വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ മാസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 24 നിന്ന് 90ലേക്ക് കൂട്ടണം. ഇനി സ്റ്റീം ആഡ് ചെയ്യുന്നു. ഓക്കെ, എത്ര സ്റ്റീം വേണം? അപ്പോൾ സ്റ്റീമിനാണ് ചൂട് കൂടുതൽ അല്ലേ? അപ്പോൾ ഹീറ്റ് ലോസ്റ്റ് ബൈ എന്താണ്? സ്റ്റീം എന്ന് പറയുന്നത് ഹീറ്റ് ഗെയിൻഡ് ബൈ ആരാണ്? ബാക്കിയുള്ളവർ. അപ്പം നമുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുക. സ്റ്റീം ആദ്യം എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. ഓക്കെ, അപ്പോൾ സ്റ്റീം ആദ്യം 100 ഡിഗ്രിയിലെ വാട്ടറായിട്ട് മാറും. 100 ഡിഗ്രിയിലെ വാട്ടർ പിന്നെ എന്തായിട്ട് മാറും? 90 ഡിഗ്രിയിലെ വാട്ടറായിട്ട് മാറും. അപ്പോൾ ആരൊക്കെയാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്? വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഹീറ്റ് ഗെയിൻഡ് ബൈ വാട്ടർ എന്ന് പറയുന്നത് ഹീറ്റ് ലോസ്റ്റ് ബൈ എന്താണ്? സ്റ്റീം. അപ്പോൾ ആദ്യം സ്റ്റീം എന്തായിട്ട് മാറി? വാട്ടറായിട്ട് മാറി. അത് 100 ഡിഗ്രിയിലുള്ള. അപ്പോൾ അതിനുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ml ആണ്. ഓക്കെ, പേടിക്കരുത്. ഇനി ആ വാട്ടർ പിന്നീട് എന്തായിട്ട് മാറി? 90 ഡിഗ്രിയിലെ വാട്ടറായിട്ട് മാറി. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ mc∆T ആണ്. അപ്പോൾ ഈ ബോധം നിങ്ങൾക്ക് വേണം. ഇനി ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mc∆T നമ്മൾ മനസ്സിൽ കാണുന്നു. എന്നിട്ട് നമ്മൾ വാല്യൂ ഇടുന്നു. വാട്ടറിൻ്റെ m, ഓക്കെ, വാട്ടറിൻ്റെ C വാല്യൂ, ഇനി ഇവിടെ ∆T. ഓക്കെ, ഇവിടുത്തെ ∆T എത്രയെന്ന് അങ്ങ് പറയണം. ഇപ്പോൾ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്രയിൽ നിന്ന് എത്രയായിട്ട് മാറി നിങ്ങൾ തന്നെ പറയൂ. അപ്പോൾ 100 ഡിഗ്രിയിൽ ഇരുന്ന സ്റ്റീം വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 24 നിന്ന് 90ലേക്ക് മാറി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 90 മൈനസ് 24. ഓക്കെ, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഈസ് ഈക്വൽ ടു വാല്യൂ ഇട്ടത് അല്ലെങ്കിൽ തെറ്റിച്ച് കളയും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എമ്മിൻ്റെ ആൻസർ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, എല്ലിൻ്റെ വാല്യൂ എത്രയെന്ന് പറയുന്നുണ്ട്? ഇതാ 540 പ്ലസ് എമ്മിൻ്റെ വാല്യൂ എനിക്കറിയില്ല. സിയുടെ വാല്യൂ 1 എന്നാണ്. ∆T പറയണം. അവിടെ തെറ്റിച്ച് കളയരുത്. 100 ഡിഗ്രിയിലെ സ്റ്റീം എത്രയായിട്ട് മാറി? 100 ഡിഗ്രിയിലെ സ്റ്റീം 100 ഡിഗ്രിയിലെ വാട്ടറായിട്ട് മാറി. ആ 100 ഡിഗ്രിയിലെ വാട്ടറാണ് 90 ഡിഗ്രിയിലെ വാട്ടറായിട്ട് മാറിയത്. അപ്പോൾ എന്താണ്? 100 മൈനസ് 90 ആണ്. തെറ്റിച്ച് കളയരുത്. അപ്പം നമുക്കിവിടെ എമ്മിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 100 എന്നാണ്. സിയുടെ വാല്യൂ 1 എന്നാണ്. ഇൻറ്റു ഇതിൻ്റെ വാല്യൂ 90 നിന്ന് 20 പോയാൽ 70. 70 നിന്ന് 4 പോകണം. 70 നിന്ന് 4 പോട്ടെ. അപ്പോൾ 66 ഈസ് ഈക്വൽ ടു m ഇൻറ്റു 540 പ്ലസ് m ഇൻറ്റു 10 എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് 66 2 0 ഈസ് ഈക്വൽ ടു m കോമൺ എടുക്കാം. ബാക്കി 540 പ്ലസ് 10 എത്ര? 550. അപ്പോൾ ഇതിനകത്ത് നിന്ന് m കണ്ടുപിടിക്കുക. എത്ര? 6600 ഡിവൈഡഡ് ബൈ 550 എന്നാണ്. പ്രയാസമുണ്ടോ? അപ്പോൾ എമ്മിൻ്റെ ആൻസർ കിട്ടിക്കോളും.
അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ചെയ്തു നോക്കാം. ഇനി നിങ്ങൾ അതിനെപ്പറ്റി വിഷമിക്കേണ്ട, ഞാൻ ചെയ്യാം. 55 11 വെച്ച് ചെയ്യട്ടെ. 5 6 ഓക്കെ 60 ഓക്കെ. അപ്പോൾ ആൻസർ 12 എന്ന് വരും. ഇത് ആൻസർ 12. നല്ല പ്രയാസമുണ്ടോ? അടിപൊളിയല്ലേടാ മക്കളെ? അപ്പോൾ ഇത് ഒന്ന് സൂക്ഷിക്കണം. എന്താണ് ആദ്യം എന്താ കൺവേർഷൻ? സ്റ്റീം ആദ്യം എന്ത് ചെയ്യും? 100 ഡിഗ്രിയിലെ സ്റ്റീം 100 ഡിഗ്രിയിലെ വാട്ടർ ആവും. ആ 100 ഡിഗ്രിയിലെ വാട്ടർ 90 വാട്ടർ ആവും. ഓക്കെ. ഇനി അടുത്ത എന്താണ്, ആർക്കാണ് ഹീറ്റ് നഷ്ടപ്പെടുന്നത്? ആ സ്റ്റീമിനാണ് ഹീറ്റ് നഷ്ടപ്പെടുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ പ്രോസസ്സ് എന്ന് ആലോചിക്കുക. 100 ഡിഗ്രിയിലെ സ്റ്റീം 100 ഡിഗ്രിയിലെ വാട്ടറായിട്ട് മാറി. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഇത്ര ml. ഇനി അടുത്ത 100 ഡിഗ്രിയിലെ വാട്ടർ 90 ഡിഗ്രിയിലെ വാട്ടറായി. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് mc ഡെൽറ്റ ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ. ഇത് ഹീറ്റ് ഗെയിൻഡ് ബൈ വാട്ടറിന് ഈക്വലാണ്. ഹീറ്റ് ഗെയിൻഡ് ബൈ വാട്ടർ എങ്ങനെ കാണും? mc ഡെൽറ്റ ടി. അപ്പോൾ അവിടെ ഡെൽറ്റ ടി ആലോചിക്കുക. 24 ഇന്ന് 90 ആണ്. ഓക്കെ. ഇനി റൈറ്റ് സൈഡിലെ ഡെൽറ്റ ടി ആലോചിക്കുക, തെറ്റിച്ചുകളയരുത്. അവിടെ 100ലെ വാട്ടർ 90ലെ വാട്ടറായിട്ട് മാറും. അപ്പോൾ അവിടെ 10 ആണ്. ഓക്കെ. അത് മാത്രം ഒന്ന് സൂക്ഷിക്കണം. ഇനി ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും തെറ്റിച്ചുകളയരുത്. ഓക്കെ. ഒന്ന് സൂക്ഷിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ സ്ട്രോങ് ആയിട്ട് അടുത്ത വീഡിയോയിലേക്ക് കയറി വരിക. ഓക്കെ. ബൈ.